അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2002 വോട്ടർ പട്ടികയും 2025 വോട്ടർ പട്ടികയും BLOമാർ കൈവശം വയ്ക്കുക. ചിലപ്പോൾ വില്ലേജ് വൈസ് കിട്ടിക്കാണില്ല, സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നോ നാളെ കൊണ്ട് ബാക്കി കിട്ടാത്ത വില്ലേജിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ആദ്യം BLOമാർ മെയിനായിട്ട് ചെയ്യേണ്ടത് 2002 വോട്ടറിനെ നമുക്ക് 2025 രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കണം. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ RD ഓഫീസിൽ നിന്ന് താലൂക്കിൽ നിന്നൊക്കെ തരുന്നത് 2025 വോട്ടർ പട്ടിക തരുന്നുണ്ട്. 2025 സപ്ലിമെന്റ് 2 സപ്ലിമെന്റ് 3 അവസാനമായി കൂട്ടിച്ചേർത്തതും ഒഴിവാക്കിയതായിട്ടുള്ള ലിസ്റ്റ്, അത് പോയിട്ട് 2002 വോട്ടർ ലിസ്റ്റും തരുന്നുണ്ട്. ഇത് മാനുവലായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ സിഒയുടെ സൈറ്റ് വഴി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. രണ്ട് രീതിയിൽ BLOമാർക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോ 2025 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് അവരുടെ പേര് 2002 ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ആദ്യമായിട്ട് ഡേറ്റ കളക്ഷന്റെ ഒരു ടേബിൾ ടോപ്പ് വർക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2002 വോട്ടർ പട്ടികയിൽ 2025 വോട്ടർ പട്ടികയെ പരിശോധിക്കണം. രണ്ടിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയസ്സൊരു ഘടകമാണ്. നമുക്ക് വയസ്സ് നമുക്ക് നോക്കേണ്ടത് 35 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ആളുകളെ മാത്രം നമുക്ക് 2002 പരിശോധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർ എന്തായാലും 2002 വോട്ടർ പട്ടികയിൽ കാണില്ല. അപ്പോഴും 18 വയസ്സ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് 35 വയസ്സിന്റെ മുകളിൽ, അപ്പൊ 36 വയസ്സ് മുതൽ 100, 120 എത്ര വയസ്സായിരുന്നാലും ആ വയസ്സ് മുതൽ വരെയുള്ള അത്ര ആളുകളുടെ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ നമുക്ക് പരിശോധിക്കണം. അവർ 2002 ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കണം. അപ്പൊ നമുക്ക് ആദ്യമായി നമുക്ക് വോട്ടർ പട്ടികയിൽ നമുക്ക് മാർക്ക് ചെയ്യണം. ഇപ്പൊ BLO ചെയ്യേണ്ടത് 2025 വോട്ടർ പട്ടിക എടുത്തിട്ട് അതിനകത്ത് 35 വയസ്സിന്റെ മുകളിൽ 36 വയസ്സ് മുതലുള്ള ആളുകളുടെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. അവരുടെ എല്ലാം നമുക്ക് തിരിച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. വയസ്സ് കുറഞ്ഞ ആളിനെ മാർക്ക് ചെയ്തിട്ട് MD ആയിട്ടുള്ള ആളിനെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് 36 വയസ്സ് മുതലുള്ള എല്ലാവരും നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവരെയാണ് നമുക്ക് 2002 പരിശോധിക്കാൻ 2002 വോട്ടർ പട്ടികയിൽ പരിശോധിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, ഈ വോട്ടർ പട്ടികയിൽ ഏജ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. അത് മാർക്ക് ചെയ്ത് വെക്കുന്നത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് BLOക്ക് യൂസ് ആവും. ഏതൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ള BLOക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് BLO ആപ്പ് വഴിയും സോർട്ട് ചെയ്തെടുക്കാം. BLO ആപ്പിനകത്ത് 35 വയസ്സിന് മുകളിലുള്ളവരെ സോർട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് BLO ആപ്പിനകത്ത് നമുക്ക് ടോട്ടൽ എലക്ടേഴ്സ് ഉണ്ട്. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടോട്ടൽ എലക്ടേഴ്സ് കിട്ടും. ടോട്ടൽ എലക്ടേഴ്സിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു സെർച്ച് ബട്ടൺ വരും. സെർച്ച് അല്ല, ഒരു ഫിൽറ്റർ ബട്ടൺ വരും. ആ ഫിൽറ്റർ ബട്ടൺ കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഏജ് കൊടുക്കാം. അതിനകത്ത് നമ്മൾ 35 കൊടുത്തു കഴിഞ്ഞാൽ 35 വയസ്സിന്റെ മുകളിലുള്ള ഒരു ലിസ്റ്റ് കാണിക്കും. അപ്പൊ എത്ര ഒരു ടോട്ടൽ 800 വോട്ടറുള്ള ആളിന്റെ നമുക്ക് ഈ സോർട്ട് ചെയ്യുന്ന സമയത്ത് 35 വയസ്സൊന്ന് കൊടുത്ത് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ 800 എന്നുള്ളത് ചിലപ്പോൾ 300 അല്ലെങ്കിൽ 600 ആവും. ബാക്കിയുള്ളവരെല്ലാം 35 വയസ്സിന് താഴെയുള്ളവരെല്ലാം ആ ലിസ്റ്റിൽ നിന്ന് മാറും. അപ്പൊ നമുക്ക് 35 വയസ്സിന് മുകളിലുള്ള ലിസ്റ്റ് മാത്രം കാണിക്കും. ആ ലിസ്റ്റ് നമുക്ക് പരിശോധിച്ച് 2002 നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. പക്ഷെ അങ്ങനെ നോക്കിയാൽ നമുക്ക് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. BLO ആപ്പ് വഴി നമുക്ക് ഡിജിറ്റലിൽ നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പിന്നീട് നമുക്കൊരു പരിശോധനയ്ക്ക് പോലും നമുക്ക് അത് ഉപകാരപ്രദമാവും. വോട്ടർ പട്ടികയിൽ 35 വയസ്സിന്റെ മുകളിലുള്ളവരെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു നമുക്ക് സോർട്ട് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സെർച്ച് ചെയ്യണമെന്നും BLO ആപ്പ് വഴി എങ്ങനെ സോർട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, വീണ്ടും ഷെയർ ചെയ്ത് തരാം. ആദ്യമായിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് വർക്കായിട്ട് നമുക്ക് ചെയ്യേണ്ട ഇതാണ്. ആദ്യമൊന്നും ഈ 35 വയസ്സിന്റെ മുകളിലുള്ളവരെല്ലാം വോട്ടർ പട്ടികയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചവരെ നമുക്കിനി 2002 വോട്ടർ ലിസ്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്യണം, ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ആ ഡേറ്റാസ് ആണ് ഇപ്പൊ നമുക്ക് പ്രാഥമികമായിട്ട് കൊടുക്കാനുള്ളത്. നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ പരിശോധിക്കേണ്ടത് നമുക്ക് പ്രിന്റഡ് ഒരു 2002 വോട്ടർ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പരിശോധിക്കാം. അത് വെച്ച് മാനുവലായിട്ട് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 1000 വോട്ടർ ഉണ്ടെങ്കിൽ 1000 വോട്ടറിന്റെ ഇടയിൽ നിന്നൊരു ഇപ്പൊ രാധ എന്നുള്ള ഒരു പേര് നമുക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ പേര് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് ആളിന്റെ പേര്, അല്ലെങ്കിൽ വോട്ടർ ID നമ്പർ, അല്ലെങ്കിൽ റിലേഷൻ നെയിം. ഇപ്പൊ രാധ എന്ന് പറയുന്ന ആളുടെ അച്ഛന്റെ പേര് നോക്കുക, ഇപ്പൊ രാധ എന്നുള്ള ആളുടെ പേര് ഇനിഷ്യല് നോക്കുക. അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ആള് സെയിം ആയിരിക്കും നമുക്ക് ഉറപ്പുവരുത്താം. 2025 2022 ആള് ഒന്നാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ
നമ്മൾ വീട്ടു പേരോ വീട്ടു അഡ്രസ്സോ വെച്ച് വീട്ടു നമ്പറോ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഈ വാർഡൊക്കെ തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടു നമ്പറൊക്കെ മാറാൻ വ്യത്യാസമുണ്ട്. വീട്ടു നമ്പർ നോക്കണ്ട, ആളിന്റെ പേര്, റിലേറ്റീവ് നെയിം, ഹസ്ബൻഡിന്റെയോ ഫാദറിന്റെയോ പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നമ്പർ വെച്ച് നോക്കാം. വോട്ടർ ഐ ഡി നമ്പർ വെച്ച് നോക്കിയാൽ എല്ലാം കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ വരുന്നെല്ലാം WRS TWC എന്നുള്ള സീരീസ് ആണ് വരുന്നത്. ഈ നമ്പർ ആയിരിക്കില്ല 2002 കുറച്ച് ഈ നമ്പർ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാം KL സീരീസിന്റെ ഒരു നമ്പറാണ് വരുന്നത്. അതിന്റെ ലാസ്റ്റ് ഒരു 4-5 ഡിജിറ്റ് വോട്ടർ പട്ടികയിൽ വരുള്ളൂ. വോട്ടർ ഐ ഡി നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വോട്ടർ ഐ ഡി നമ്പർ വെച്ചിട്ട് കിട്ടുമോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ ആളിന്റെ പേരും റിലേറ്റീവ് നെയിമും വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മലയാളത്തിൽ മാത്രമേ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. 2002 വോട്ടർ പട്ടിക മലയാളത്തിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അവിടെ ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അത് സെർച്ച് ചെയ്ത രീതിയും കൂടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻ ഷെയർ ചെയ്ത് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഏത് സ്റ്റെപ്പ് വഴി ചെയ്യണം, മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നുള്ളതെല്ലാം വീഡിയോയിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് CO കേരള എന്നുള്ള സൈറ്റിലാണ്. അത് ജസ്റ്റ് ഒന്ന് പറയാം. CO കേരള എന്നുള്ള സൈറ്റിൽ വോട്ടർ സെർച്ച് ബാർ SIR 2002 രണ്ടാമത്തെ ഓപ്ഷനാണ്. ആദ്യത്തത് നമ്മൾ 2002 വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാനും, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് 2002 ആളുകളുടെ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ വോട്ടർ സെർച്ച് വഴി നമുക്ക് 2002 ആളുടെ പേരും ഈ പറഞ്ഞ പോലെ മണ്ഡലമൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ആളിനെ സെർച്ച് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആദ്യം കൊടുക്കേണ്ട ജില്ലയുടെ പേരാണ്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്തു. രണ്ടാമത് ഏത് മണ്ഡലമാണ്. ഈ മണ്ഡലം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അല്ല കൊടുക്കേണ്ടത്. 2002 ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ അരുവിക്കര 136 അരുവിക്കരയാണ് ഇപ്പോൾ 2025 AC നമ്പറും AC പേരും. പക്ഷെ 2002 ഇത് 131 ആര്യനാടാണ്. അപ്പൊ നമ്മുടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആര്യനാട് 131 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴെ ആളിന്റെ പേര്, വോട്ടറിന്റെ നെയിം ഉണ്ട്. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി തൊട്ട് താഴെ ഒരു ഗൂഗിൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ആളിന്റെ പേര് പേസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും താഴെ നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ രാധ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഈ രാധ എന്നുള്ള പേര് ഏതൊക്കെ ബൂത്തിലുണ്ടോ ആ പേരെല്ലാം കാണിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റിലേറ്റീവ് നെയിമും കൂടെ നോക്കിയിട്ട് രണ്ടും സെയിം ആവുന്നത് ഏത് ബൂത്തിലാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 2002 നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് 2025 ഒരു വ്യക്തി 2002 ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളതാണ്. അപ്പൊ ഇവർക്കൊരു എന്യൂമറേഷൻ ഫോം മാത്രം മതി. എന്യൂമറേഷൻ ഫോം മാത്രം അതിപ്പോ ചെയ്യേണ്ട, ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിൽ 2 വോട്ടർ പട്ടികയിലും പേരുള്ള ആൾക്ക് എന്യൂമറേഷൻ ഫോം മാത്രം സൈൻ ചെയ്ത് BLO കളക്ട് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പൊ 2005 പേരുണ്ട്, അയാളുടെ പേര് നോക്കുമ്പോൾ 2002 ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എന്തായാലും എന്യൂമറേഷൻ ഫോമും വേണം. ഒരു SOP നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു 10-11 ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഈ വ്യക്തി ഇന്ത്യയിൽ ജനിച്ചതായിട്ടുള്ള ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ആ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖയും എന്യൂമറേഷൻ ഫോമും അല്ലാത്ത വ്യക്തികൾക്കെല്ലാം വേണ്ടി വരും. ഈ രണ്ട് പാർട്ട് നമ്മുടെ 2002 2025 ഉൾപ്പെടാത്ത വ്യക്തികൾ 2 ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്യൂമറേഷൻ ഫോം മാത്രം മതി. ഇത്തരത്തിൽ നമുക്ക് ഓരോ ദിവസവും BLOയുടെ ആക്ടിവിറ്റി BLO സൂപ്പർവൈസർമാര് കളക്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഗൂഗിൾ ഷീറ്റ് ആണോ എക്സൽ ഷീറ്റ് ആണോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ളത് നോക്കിയിട്ട് അത് ഷെയർ ചെയ്ത് തരാം. ഓരോ ദിവസവും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ BLOമാര് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് SOP തന്നിട്ടുണ്ട്. നമുക്ക് 2002 ആളുടെ പേര്, ഏത് ബൂത്താണ്, സീരിയൽ നമ്പർ, ആളുടെ വോട്ടർ ID നമ്പർ. അതുപോലെ വലത് സൈഡിൽ 2025 ആളുടെ പേര്, വോട്ടർ ID നമ്പർ, ഏത് പാർട്ടാണ്, ഏത് സീരിയൽ നമ്പറാണ്. ഇത്രയാണ് BLOമാരെന്ന് മാർക്ക് ചെയ്ത് തരേണ്ടത്. അപ്പൊ 2 ബൂത്തിലും 2 വർഷത്തിലും 2002 2025 ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഡെയിലി അതിന്റെ സ്റ്റാറ്റസ് തരണം. അത് CO നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതായത് ഈ BLOമാരിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന ഡേറ്റ എത്ര മാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കൗണ്ട്, ആ കൗണ്ട് നമുക്ക് സൂപ്പർവൈസേഴ്സ് BLOമാരുടെ കയ്യിൽ